ദൈവം വിശ്വസ്തൻ എന്ന സബ് സ്കൂൾ പാഠപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകരേവർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ പങ്കുചേരുവാനായിട്ട് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ പാസ്റ്റർ ഡോണി മാത്യു, പാസ്റ്റർ രാജേഷ് ശശിധരൻ അവർ നമ്മുടെ മധ്യയിൽ കടന്നുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. ദൈവം വിശ്വസ്തനാണ്. തീർച്ചയായിട്ടും ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ് നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്നത്, ഈ നിമിഷം വരെ ജീവിച്ചിരിക്കുന്നത്. നമ്മളെപ്പോലെ അവിശ്വസ്തരാണെങ്കിൽ നമ്മൾ ആരും ജീവിച്ചിരിക്കുകയില്ല. ദൈവം വിശ്വസ്തനാണ്. നമ്മൾ യോശുവ അവരുടെ പുസ്തകം 21-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ മനപ്പാഠവാക്യമായിട്ട് ഇവിടെ നൽകപ്പെട്ടിരിക്കുകയാണ്. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്തത് വാഗ്ദാനങ്ങളിലൊന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 43 മുതൽ 45 വരെയുള്ളതായ വാക്യങ്ങൾ ഇവിടെ വാഗ്ദത്തത്തെ ദേശത്തെക്കുറിച്ച് ഒരു ചിത്രീകരണം അല്ലെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ നമ്മളെല്ലാവരും സ്വർഗീയ ദേശത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ ഈ 21-ാം അധ്യായത്തിൽ 43 മുതൽ 45 വരെ വരുമ്പോഴത്തേക്കും ആ സംഭവത്തിൻ്റെ ഏതാണ്ട് പര്യവസാന ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് ഇതിനോടകം നമുക്ക് വ്യക്തമായ കാര്യമാണ്. എന്നാലും ആ വാക്യം ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. യഹോവ ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു. അവരത് കൈവശമാക്കി അവിടെ കുടിപാർത്തു. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഒക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിലേൽപ്പിച്ചു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി എന്നാണ് ആ വാക്യം അവസാനിക്കുന്നത്. അപ്പോൾ ഇവിടെ അവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് ഒന്നാണ് അന്ന് കൊടുത്ത വാഗ്ദത്തം. ആ വാഗ്ദത്തം എന്ന് പറയുന്നത് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. അപ്പോൾ ആ വാഗ്ദത്തത്തിൽ ഒന്നുപോലും വൃഥാവാകാതെ സകലതും നിവൃത്തിയായി എന്ന് പറയുമ്പോൾ ദൈവം വാഗ്ദത്തങ്ങളെ നിവൃത്തിയാക്കുന്ന ദൈവമാണെന്ന് ഒരു ചിത്രമാണ് അവിടെ തരുന്നത്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ആ ഒരു ചിത്രീകരണം എന്താണെന്ന് നോക്കിയാൽ ദൈവം വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന ദൈവമാണ്. ഇതേ കാര്യം നമ്മൾ ഈ നമ്മുടെ കാലഘട്ടത്തിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇന്ന് രക്ഷയെക്കുറിച്ചാണ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം. അത് സ്വർഗീയമായ ഭവനത്തിൽ നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ് ആ വാഗ്ദത്തം. അവിടെയും അപ്പോൾ ഇത് നിവൃത്തിയാകുന്നത് പോലെ അതും നിവൃത്തിയാകുന്നു. നമുക്ക് അവിടെ ഒരു വാക്യം വായിക്കാം. 2 തിമോത്തിയോസ് 2-ാമത്തെ അധ്യായം 11 മുതൽ 13 വാക്യം. അവിടെ എന്താണ് പറയുന്നത്? നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. നമ്മൾ അവിശ്വസ്തരാണെങ്കിലും ദൈവം വിശ്വസ്തനായതുകൊണ്ട് ദൈവം വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന ദൈവമാണ്. അപ്പം നമ്മോട് പറഞ്ഞു എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുന്ന എന്താണ്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്. ആ വാസസ്ഥലത്ത് നമ്മളെ ചേർക്കാൻ വരും എന്നുള്ളതാണ് വാഗ്ദത്തം. ആ വാഗ്ദത്തത്തെ നിവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം വിശ്വസ്തനാണ്, നമ്മുടെ അവിശ്വസ്തത അല്ല. ദൈവം വിശ്വസ്തനായതുകൊണ്ട് നമ്മൾ അതിൽ പ്രത്യാശയോടെ നിലനിന്നാൽ, ദൈവത്തോട് നമ്മൾ ചേർന്ന് നിന്നാൽ, നമ്മൾ അതിൽ നിൽക്കുമ്പോൾ ആ ബന്ധവും അനുസരണവും അനുസരണത്തുള്ള പ്രവൃത്തിയൊക്കെ അതിനകത്ത് ബാധകമാണ്. അങ്ങനെ നിന്നാൽ നിശ്ചയമായും നമുക്ക് നമ്മുടെ രക്ഷ ഉറപ്പാക്കാൻ കഴിയും. സ്വർഗം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന സ്വർഗീയ ഭവനം നമുക്ക് അവകാശമാക്കാൻ കഴിയും. അത് വൃഥാവാവില്ല. ദൈവം ആ വാഗ്ദത്തം നിവർത്തിക്കും. നമ്മൾ പോയാലും പോയില്ലേലും അതിൽ വിശ്വസിക്കുന്നവരെ ദൈവം തീർച്ചയായും കൊണ്ടുപോകും. ഇവിടെ ദൈവം വിശ്വസ്തനാണ്, എന്നാൽ മനുഷ്യരോ അവിശ്വസ്തരാണ്. അത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന നമ്മോട് ദൈവം പറയുന്നത്, ഞാൻ വിശ്വസ്തനായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും വിശ്വസ്തരായിരിപ്പീൻ. യോശുവ വിശ്വസ്തനായിരുന്നു, മോശ വിശ്വസ്തനായിരുന്നു, അപ്പോസ്തലനായ പൗലോസ് വിശ്വസ്തനായിരുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധന്മാരൊക്കെ തന്നെ അവർക്ക് ലഭിച്ച ആ പരിജ്ഞാനത്തിന് വളരെ വിശ്വസ്തത പുലർത്തുവാനിടയായി. നമ്മളും ആ വിശ്വസ്തതയെ പിൻപറ്റുവാൻ ഈ പാഠങ്ങൾ നമുക്ക് ശരിക്കും വലിയൊരു പ്രചോദനമാണ് നൽകുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സാർ പറഞ്ഞ പോലെ മനുഷ്യർ നൽകുന്ന വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ ഉറപ്പൊന്നും അത് നമ്മൾ ഒരിക്കലും നിറവേറ്റുവാനായിട്ട് പറ്റത്തില്ല. പലപ്പോഴും അതിന് വീഴ്ച ഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ എല്ലാം നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഓരോ വാഗ്ദത്തങ്ങളും ഓരോ കാര്യങ്ങളും നിറവേറുന്നതിനനുസരിച്ച് ദൈവത്തിന്മേൽ നമുക്ക് കൂടുതൽ വിശ്വാസം നമുക്ക് ഉണ്ടാകുകയാണ്,
അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റുമോ? അതായത് നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ഒരു സവിശേഷതയാണ് അവിശ്വസ്തത. ആരും വിശ്വസ്തരല്ല. ദൈവത്തെ അറിഞ്ഞവരായ ദൈവത്തിൻ്റെ മക്കൾ ദൈവം വിശ്വസ്തനായിരിക്കുന്നത് പോലെ വിശ്വസ്തരായിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നാണക്കേടാണ്. ഇത്രമാത്രം നമ്മൾ അവിശ്വസ്തരായി ഇത്രത്തോളം ജീവിച്ചിട്ടും ദൈവം ഇന്നും ഒരു നന്മയ്ക്കും കുറവ് വരുത്താതെ, നമ്മോട് കണക്ക് ചോദിക്കേണ്ടതുപോലെ കണക്ക് ചോദിക്കാതെ, നമ്മോട് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചോദിക്കാതെ, നമ്മോട് ഓരോ ദിവസം ഇങ്ങനെ കരുണ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എത്രയോ വർഷങ്ങളായി, എത്രയോ നാളുകളായി. അപ്പോൾ ഇത്രത്തോളം വിശ്വസ്തനായി നമ്മെ ശുശ്രൂഷിക്കുകയും നമ്മെ ചുമക്കുകയും ചെയ്യുന്ന ദൈവത്തോട് നാം എന്ന് മുതലാണ് ഇനി വിശ്വസ്ത പുലർത്തുവാൻ പോകുന്നത്? മരിച്ചിട്ടോ അല്ലെങ്കിൽ മരണം കഴിഞ്ഞിട്ടോ? അല്ല. നാം ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ ദൈവത്തെ മനസ്സിലാക്കി വിശ്വസ്തയോടെ ജീവിക്കേണ്ടതാകുന്നു എന്ന് നമ്മെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ യോശുവയുടെ പുസ്തകം പഠിച്ചാൽ ദൈവം എത്രമാത്രം വിശ്വസ്തനാണ് എന്നതിൻ്റെ തെളിവാണ് യോശുവയുടെ പുസ്തകം നമുക്ക് നൽകുന്നത്. ഈ തെളിവുകൾ നമുക്ക് വെറുതെ എഴുതിയതല്ല, നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി, നമുക്ക് പാഠം ഉൾക്കൊള്ളുവാനായി. ദൈവം വിശ്വസ്തനാണ്. എൻ്റെ മക്കളെ, നിങ്ങളും അപ്രകാരം വിശ്വസ്തരായിരിക്കും. ദൈവത്തോട് നാം വിശ്വസ്തത പുലർത്തിയാൽ ഒരു നന്മയ്ക്കും ദൈവം നമുക്ക് കുറവ് വരുത്തുകയില്ല. ആ വലിയ സത്യം നമ്മെ ദൈവം ഈ അടയാളങ്ങളിലൂടെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുകയാണ്. സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയെ സംബന്ധിച്ച് ഒരു വലിയ സത്യത്തിൻ്റെ ഉപഭോക്താക്കളാണ് നമ്മളെല്ലാവരും. വലിയ ദൗത്യമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സത്യത്തോട് നാം കൂറ് പുലർത്തിയാൽ, വിശ്വസ്തത പുലർത്തിയാൽ, നാം നമ്മെ വിളിച്ച വിളിക്കൊത്തവണ്ണം സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ ജീവിച്ചാൽ കേരളത്തിൽ അത് മതി തീ കത്താൻ. അവിടെ വേറൊരു കാര്യമുള്ളത്, നമ്മളിൽ എത്ര പേർ വിശ്വസ്തരാണോ ഇല്ലയോ എന്നുള്ളത് ദൈവം പരിശോധിക്കും. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണാടിയിൽ കൂടെ ദൈവം നോക്കുമ്പോൾ അങ്ങനെ വിശ്വസ്തരായ ആളുകളുണ്ട്. ആ വിശ്വസ്തരെ ചേർക്കാനാണ് ദൈവം വരുന്നത്. പക്ഷെ നഷ്ടം നമുക്ക് മാത്രമാണ്, നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ. നമ്മൾ വിശ്വസ്തരായിരുന്നില്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നല്ലാതെ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കോ വിശ്വസിക്കുന്നവരുടെ പ്രത്യാശയ്ക്കോ ഒരു ഭംഗവും വരികയില്ല, ഒരു കോട്ടവും സംഭവിക്കുന്നില്ല. അതെ, ദൈവം വിശ്വസ്തനായതുകൊണ്ട് നമ്മളും വിശ്വസ്തരായിരിക്കണം. ആ ഒരു വിശ്വാസം തമ്മിൽ എപ്പോഴും നമ്മൾ വെച്ച് പുലർത്തുവാനായിട്ട് കുടുംബങ്ങളിലായിരുന്നാലും ശരി, സുഹൃത്ത് ബന്ധങ്ങളിലായിരുന്നാലും ശരി, നമ്മൾ സേവനം ചെയ്യുന്ന സ്ഥലങ്ങളിലായിരുന്നാലും, ഇടപെടുന്ന ഓരോ വ്യക്തികളിലായിരുന്നാലും ശരി, ഈ ബന്ധം നമ്മൾ നിലനിർത്താനായിട്ട് നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്, അത്യാവശ്യമാണ്. അപ്പം ദൈവം എപ്പോഴും വിശ്വസ്തനാണ്. മനുഷ്യനാണ് അവിശ്വസ്തത കാണിക്കുന്നത്. മനുഷ്യന് മാത്രമേ അവിശ്വസ്തത കാണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നല്ലൊരു ചർച്ചയാണ്. നമ്മളൊരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച നമ്മൾ തുടരുന്നതായിരിക്കും. തുടരുന്നതായിരിക്കും. അപ്പോൾ മാന്യ പ്രേക്ഷകരെ, ആരുമെങ്ങും പോകരുത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച തുടരുന്നു. ദൈവം വിശ്വസ്തൻ എന്നുള്ളതായ പാഠപഠനത്തിലേക്ക് മാന്യ പ്രേക്ഷകരെ ഏവർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ ആ വിശ്വസ്തതയെക്കുറിച്ച് നമ്മൾ കാണുന്നു. യോശുവയുടെ ആമുഖത്തിൽ എന്ത് പ്രധാന ഒരു തത്വമാണ് അല്ലെങ്കിൽ ആ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സൂചിപ്പിക്കുവാനായിട്ട് യോശുവ അവിടെ പരിശ്രമിക്കുന്നത്? അതിനെക്കുറിച്ച് പറയാൻ പറ്റും? യോശുവയുടെ പുസ്തകം 23-ാം അധ്യായത്തിലാണ് ആ യോശുവ എന്താണ് അവരോട് പറയാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ 1 മുതൽ 5 വരെയുള്ള വാക്യമാണ്. പക്ഷേ അവിടെ യോശുവ പറയുകയാണ്, നിങ്ങൾ വന്നതും നിങ്ങൾക്ക് ഈ സ്ഥലങ്ങൾ അവകാശമായി തന്നതും നിങ്ങൾ ഓരോ രാജ്യങ്ങളെ തോൽപ്പിച്ചതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. എന്നിട്ട് പറയുകയാണ്, എന്താണ് അതിനകത്ത് പ്രധാനമായി യോശുവ എംഫസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് പ്രാധാന്യം കൊടുക്കുന്ന പദം, യഹോവയാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. യഹോവയാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. ഇതാ യോർദാൻ മുതൽ പടിഞ്ഞാറോട്ട് മഹാസമുദ്രം വരെ ശേഷിപ്പുള്ള ജാതികളുടെയും ഞാൻ സംഹരിച്ച് കളഞ്ഞിട്ടുള്ള സകല ജാതികളുടെയും ദേശം നിങ്ങളുടെ ഗോത്രങ്ങൾക്ക് അവകാശമായി നറുക്കിട്ട് വിഭാഗിച്ചു തന്നിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിച്ചു, നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് നീക്കിക്കളയും. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. ഇത് യോശുവ വൃദ്ധനായപ്പോൾ യോശുവയോട് പറയുകയാണ്, നിങ്ങൾ ഭാരപ്പെടേണ്ട, ഇതെല്ലാം ദൈവം ചെയ്യും. ദൈവം വാഗ്ദത്തം ചെയ്തു, അത് നിവർത്തിക്കും. ഈ യുദ്ധങ്ങളൊക്കെ നിങ്ങളെ പിടിച്ചടക്കാൻ സഹായിച്ചത് ദൈവമാണ്. അതുകൊണ്ട് ഞാൻ വൃദ്ധനായാലും ഞാൻ മരിച്ചുപോയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അവകാശം തരുമെന്ന് പറഞ്ഞത് ആര് തരും? ദൈവം തരും. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാനാണ്
യോശുവ അവരെ പ്രചോദിപ്പിക്കുന്നത്, ആഹ്വാനം ചെയ്യുന്നത്, ദൈവം പറഞ്ഞ വാക്ക് പാലിക്കും, അത് നിങ്ങൾ വിശ്വസിച്ച് നിന്നാൽ ദൈവം ഈ ദേശമെല്ലാം, അതെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്, ഈ ദേശമെല്ലാം നിങ്ങൾ പറഞ്ഞതുപോലെ കൈവശമാക്കും. അതാണ് അതിനകത്തെ ഫോക്കൽ പോയിന്റ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ യോശുവ ഈ കനാൻ ദേശം പിടിച്ചടക്കുന്നതും ഇന്ന് വളരെ വിജയകരമായി ക്രിസ്തീയ ബാന്ധാവിൽ വളരെ വിജയകരമായിട്ട് മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുന്നിട്ട് നിൽക്കുന്ന ക്രിസ്തീയ നേതാക്കന്മാരുടെയായ വിജയകരമായ സുവിശേഷ വേലയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതായത് യോശുവ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവരെ നയിപ്പാൻ ചുമതല ഏറ്റു. പക്ഷേ യോശുവയെ പിന്നിൽ നിന്ന് സഹായിച്ചതും നടത്തിയതും ദൈവമാണ്. അപ്പോൾ ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു ആത്മീയ ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക്, ഒരു നേതാവ് എന്ന നിലയ്ക്ക് നമ്മെ ദൈവം നിർത്തിയിരിക്കുന്നു. ആ നിർത്തുന്നത് ദൈവമാണ്. ആ ദൈവമാണ് നമ്മുടെ സഹായം. യോശുവയെ സഹായിച്ച അതേ ദൈവം തന്നെ ഇന്ന് ഈ ഭൂമിയിൽ ദൈവവേല ചെയ്യുവാൻ ആക്കപ്പെട്ടിരിക്കുന്ന ഓരോ സുവിശേഷകന്മാരും ഓരോ ആത്മീയ നേതാക്കന്മാരെയും ദൈവം യോശുവയെ നടത്തിയതുപോലെ നടത്തുക തന്നെ ചെയ്യും. അവർ ദൈവത്തിൽ ആശ്രയിക്കണം. അവരുടെ അധികാരത്താലും ഞാനിതാ യോശുവയാണ്, സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് വെച്ച് അവരെ മുഴുവൻ പീഡിപ്പിക്കുവാനോ അവരെ തന്നിഷ്ടപ്രകാരം വഴി നടത്തുവാനോ ആയിട്ടല്ല. പല രാജാക്കന്മാരും അങ്ങനെ ചെയ്തു കേട്ടോ. പല രാജാക്കന്മാരും അപ്രകാരം നിയോഗിക്കപ്പെട്ടുവെങ്കിലും അവർ ദൈവത്തിൻ്റെ ജനത്തെ തങ്ങളുടെ താല്പര്യാർത്ഥം തെറ്റായ പാതയിലൂടെ വഴി നടത്തി നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ യോശുവയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, യോശുവ വിശ്വസ്തയോടെ ദൈവത്തോട് ഉറച്ചു നിന്നു. അതുകൊണ്ട് ദൈവവും യോശുവയോട് നന്മ ചെയ്തു. യോശുവയിലൂടെ അത്ഭുതകരമായ പ്രവൃത്തികൾ നിവർത്തിച്ചു. നാമും ഒരു ആത്മീയ നേതാവ് എന്ന നിലയ്ക്ക് വിശ്വസ്തയോടെ ദൈവഹിതം ചെയ്യുവാൻ നാം നിലനിന്നാൽ ഉറപ്പായും നമ്മിലൂടെ ദൈവം വൻ കാര്യങ്ങളെ സഭയിലും ദേശത്തിലും പ്രവർത്തിക്കും. നമ്മുടെ നല്ല നാളുകൾ നമുക്ക് വീണ്ടും തിരിച്ചു ലഭിക്കും. അതിന് വേണ്ടത് വിശ്വസ്തതയാണ്. യോശുവ പോലെ നമുക്ക് യോശുവയെ പോലെയുള്ളതായ ആ മാതൃക ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ സുവിശേഷ വേലയിൽ പലരിലും നമ്മൾ കാണുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. കാണണം, പക്ഷേ കാണുന്നില്ല. പലപ്പോഴും നമ്മൾ അതിൻ്റെ അവസാനം പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നീടുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെയധികം നമ്മൾ അവർ ഈ ഇതിൽ നിന്നും വിട്ടുമാറി പിന്തിരിഞ്ഞു പോകുന്ന അവസ്ഥകളാണ്. വേദപുസ്തകത്തിലുടനീളം ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് വാഗ്ദത്തങ്ങൾ ദൈവം നൽകി. ഇത്രയധികം വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിട്ടും മനുഷ്യൻ ഇന്നും പാപം ചെയ്യുവാനായിട്ട് അവൻ വളരെ എളുപ്പത്തിൽ അവൻ പാപം ചെയ്യുന്നു. അതിന് കാരണം എന്താണെന്ന് പറയാൻ പറ്റുമോ? ശരിക്കും നമ്മുടേതായ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് പറയാൻ പ്രയാസമുള്ളൊരു ചോദ്യമാണ്. ഇത്രയും വാഗ്ദത്തങ്ങൾ ദൈവം ചെയ്തിരിക്കുന്നു. വാഗ്ദത്തം ചെയ്യുക മാത്രമല്ല, അത് നിവർത്തിച്ചിരിക്കുന്നു. അതെല്ലാം ഇസ്രായേൽ മക്കൾ അനുഭവിച്ചു, പിന്നീടുള്ള തലമുറകൾ അനുഭവിക്കുന്നു, നമ്മൾ അനുഭവിക്കുന്നു, നമ്മുടെ ആദ്യ പിതാക്കന്മാർ അനുഭവിക്കുന്നു, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മൾ അനുഭവിക്കുന്നു. അപ്പോഴും നമ്മളും വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനോഭാവം അല്ലെങ്കിൽ നാച്ചുറൽ ടെൻഡൻസി എന്ന് പറയുന്നത് എന്താണ്? തെറ്റിലേക്കാണ്, ശരിയിലേക്കല്ല. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് വേദപുസ്തകം നമ്മളെ ആക്കിക്കുന്നത് നമ്മളുടെ പരിശുദ്ധാത്മാവിൻ്റെ കുറവ് നമ്മളിലുള്ളത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ അവൻ വന്ന് എന്ത് ചെയ്യും? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായബുദ്ധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി നമ്മളിൽ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഇത്രയും വാഗ്ദത്തങ്ങളൊക്കെ ഉണ്ടായിട്ടും നന്മകളൊക്കെ അനുഭവിച്ചിട്ടും പിന്നെയും പാപത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പരിശുദ്ധാത്മാവ് നമ്മോട് മന്ദമായി സംസാരിക്കുന്നതിന് നമ്മൾ കൈക്കൊള്ളുന്നില്ല, ചെവി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഒട്ടുമേ ഇല്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ സ്വീകരിക്കുമെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലുണ്ടെങ്കിൽ, ആദ്യ സഭയിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഈ 50 ദിവസത്തെ അല്ലെങ്കിൽ 10 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം പെന്തക്കോസ്ത് നാളിൽ അവർക്ക് ലഭിച്ച ആ ശക്തി അവർ പിന്നീട് ലോകത്തെ മുഴുവൻ ഇളക്കി മറിച്ചു. അത്രയും പേരുകൊണ്ട് സുവിശേഷം ലോകം മുഴുവൻ പകർന്നു. അവരെ ആരെയും പിന്നീട് പാപികളായിട്ടല്ല അല്ലെങ്കിൽ പാപം ചെയ്യുന്നവരായിട്ടല്ല എണ്ണപ്പെട്ടിരിക്കുന്നത്. അവരുടെ പ്രവർത്തനത്തിൽ വിശുദ്ധീകരിച്ചു പോവുകയായിരുന്നു. അപ്പോൾ ആ ഒരു പരിശുദ്ധാത്മ ശക്തിയാണ് ഇന്ന് ദൈവജനത്തിന് ആവശ്യമായിരിക്കുന്നത്. ആ ശക്തി പ്രാപിക്കുവാൻ അവർ കാത്തിരുന്നത് പോലെ കാത്തിരുന്ന് ഈ വാഗ്ദത്തങ്ങളെയൊക്കെ നോക്കിക്കൊണ്ട് വാഗ്ദത്തങ്ങളുടെ അനുഭവത്തെ മനസ്സിലാക്കി നമ്മൾ തമ്മിൽ പ്രോത്സാഹിപ്പിച്ച്, കുറ്റം പറയാതെ, അന്യോന്യം കുറ്റം പറയാതെ തമ്മിൽ പ്രോത്സാഹിപ്പിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ജീവിക്കുമെങ്കിൽ നമുക്ക് പാപത്തിൽ നിന്നുള്ള വിടുതൽ നിശ്ചയമായും പ്രാപിക്കാൻ കഴിയും.
അവിടെ പാസ്റ്റർ പറഞ്ഞു കാത്തിരിക്കണം. ശരിയാണ്, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക തന്നെ ചെയ്യണം. പക്ഷെ അപ്പോസ്തലന്മാർ മാളിക മുറിയിൽ ആ വാഗ്ദത്ത നിവൃത്തിക്കായി കാത്തിരുന്നപ്പോൾ ഒരു പ്രവൃത്തി അവർ ചെയ്തു. അതെന്താണ് ആ പ്രവൃത്തി? അവരുടെ പാപങ്ങളെ, കുറവുകളെ ഏറ്റുപറഞ്ഞ് അവയെ വിട്ടുകളയുവാനുള്ള മനസ്സ് അവർ കാണിച്ചു. അതുകൊണ്ടാണ് ആ കാത്തിരിപ്പിന് പ്രയോജനമുണ്ടായത്. ഇന്ന് എല്ലാവരും സൺഡേയിലോ വരട്ടെ, അപ്പോൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം, അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരട്ടെ, അപ്പോൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അതൊരിക്കലും സാധ്യമാവുകയില്ല. ആ കാത്തിരിപ്പിൽ നമുക്കൊരു പ്രവൃത്തിയുണ്ട് നിവർത്തിപ്പാൻ. അത് നിവർത്തിക്കാതെ കാത്തിരുന്നാൽ നമ്മുടെ കാത്തിരിപ്പ് വെറുതെ ആയിരിക്കും. നല്ലൊരു ചർച്ചയാണ്. ഈ ചർച്ച നമ്മൾ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തുടരുന്നതായിരിക്കും. മാന്യ പ്രേക്ഷകരെ, ആരും എങ്ങും പോകരുത്. ഈ ചർച്ച ഞങ്ങൾ തുടരുന്നു. ദൈവം വിശ്വസ്തൻ എന്നുള്ളതായ പാഠപഠനത്തിലേക്ക് മാന്യ പ്രേക്ഷകരെ ഏവർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ ദൈവം വിശ്വസ്തൻ ആണ്, നമ്മൾ വിശ്വസ്തരല്ല. ഇവിടെ യോശുവയുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നു. ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് വരികയാണ്. യോശുവ എപ്പോഴും തൻ്റെ ചുറ്റുപാടുള്ളതായ രാജ്യങ്ങളിലുള്ള ജനങ്ങളോട്, ജാതികളോട് പ്രത്യേകിച്ച് ഒരു കടുത്ത നിലപാട് സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ആ തീരുമാനം അല്ലെങ്കിൽ ആ കടുത്ത തീരുമാനങ്ങൾ യോശുവ കൈക്കൊള്ളുവാൻ പ്രധാനമായും ചില കാരണങ്ങളുണ്ട്. കാരണം അവരുടെ പ്രവൃത്തികളിൽ ദൈവകൽപ്പനയുടെ പച്ചയായ ലംഘനങ്ങൾ ധാരാളമുണ്ട്. ആ ലംഘനങ്ങൾ തൻ്റെ ജനത്തെ, ദൈവത്തിൻ്റെ വിശുദ്ധ ജനമായ ഇസ്രായേൽ ജനത്തെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് അവർക്കെതിരെ ശക്തമായൊരു നിലപാട് യോശുവ കൈക്കൊള്ളുന്നത്. എന്തായിരുന്നു ആ നിലപാട് എന്ന് ചോദിച്ചാൽ 23 യോശുവയുടെ പുസ്തകം 6 മുതൽ 7 വരെ വായിച്ചാൽ, ആകയാൽ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പാനും അതിൽ നിന്ന് വലത്തോട്ടെങ്കിലും ഇടത്തോട്ടെങ്കിലും മാറാതിരിപ്പാനും ഏറ്റവും ഉറപ്പുള്ളവരായിരിപ്പീൻ. നിങ്ങളുടെ ഇടയിൽ ശേഷിച്ചിരിക്കുന്ന ഈ ജാതികളോട് നിങ്ങൾ ഇടകലരരുത്. അവരുടെ ദേവന്മാരുടെ നാമം ജപിക്കുകയും അത് ചൊല്ലി സത്യം ചെയ്യുകയും അരുത്. അവയെ സേവിക്കുകയും നമസ്കരിക്കുകയും അരുത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ കർക്കശ നിലപാട്? ദൈവം ആ പ്രവർത്തികളെ വെറുക്കുന്നു. ആ പ്രവർത്തികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെറുപ്പുളവാക്കുന്നവയാണ്. അതൊക്കെ വ്യാജമാണ്, ദൈവത്തിൻ്റെ കൽപ്പന ലംഘനമാണ്. നിങ്ങൾ ആ ജാതികളുമായി ഇടകലരുവാൻ ഇടയായാൽ ഓട്ടോമാറ്റിക്കലി ന്യായമായും എന്ത് ചെയ്യുന്നു? അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും നിങ്ങൾ ആചരിപ്പാനും പിൻപറ്റുവാനും ഇടയായി തീർന്നേക്കാം. അതുകൊണ്ട് അവരോട് ഇടകലരാതിരിക്കുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ട് അവരുമായിട്ട് അങ്ങനൊരു ബന്ധം വേണ്ട. കാരണം അവരുടെ വിശ്വാസം നിങ്ങളെ സ്വാധീനിച്ചേക്കാം, നിങ്ങളുടെ മക്കളെ സ്വാധീനിച്ചേക്കാം. അതുകൊണ്ടാണ് കർശനമായ ചില നിലപാടുകൾ നന്മയ്ക്കായി യോശുവ കൈക്കൊള്ളുന്നത്. അതിനെ തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത് എന്നുള്ള ഒരു തലത്തിൽ അന്യജാതികളോട് നമ്മളൊരു സഹവാസം, അവരോടുള്ള ഒരു സഹകരണം, അത് പാടില്ല എന്നുള്ള രീതിയിൽ യോശുവ ഉപദേശിക്കാനുള്ള കാരണം എന്താണ്? ഓക്കെ, നമ്മളിത് ഇപ്പം ഇണയില്ല പിണ കൂടരുതെന്ന് നമ്മൾ അപ്പോസ്തലൻ പൗലോസും പറഞ്ഞിട്ടുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞ വേറെ ചില കാര്യങ്ങൾ അവിടെയുണ്ട്. അത് വളരെ പ്രസക്തമാണ്. ഇത് 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പോകുമ്പോൾ 10-ാമത്തെ വാക്യം പറയാണ്, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. അല്ലയോ കൊരിന്ത്യരെ, ഞങ്ങളുടെ വായ നിങ്ങളോട് തുറന്നിരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു, ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല. നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത്ര ഇടുക്കമുള്ളത്. ഇതിന് പ്രതിഫലമായി നിങ്ങളും വിശാലതയുള്ളവരായിരിപ്പീൻ എന്ന് ഞാൻ മക്കളോട് എന്ന പോലെ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇത് പറഞ്ഞിട്ടാണ് പറയുന്നത് അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുതെന്ന്. കാരണം അപ്പോൾ ഇതെന്താണ്, നമ്മൾ അങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളൊരു ബാലൻസ്ഡായിട്ട് നിൽക്കേണ്ടതുണ്ട്. നമ്മൾ ആരെയെങ്കിലും ഒറ്റയടിക്ക് വിധിച്ച് കൊളരാത്തവരെന്ന് പറഞ്ഞ് മാറ്റി നിർത്താനല്ല, മറിച്ച് നമ്മുടെ ഹൃദയം അവർക്ക് വേണ്ടി ചെയ്യണം, എപ്പോഴും തുറന്നിടുന്നവരായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ഇടുക്കം പാടില്ല, നമ്മൾ ഇടുക്കി വെക്കരുത്. മറിച്ച് നമ്മൾ ഇണയില്ലാപ്പിട കൂടിയുള്ള കുഴപ്പം എന്താണ്, നമ്മളെ അവർ ആഹാബിന് പറ്റിയതുപോലെ വിഗ്രഹാരാധനയിലേക്ക് കൊണ്ടുപോകാൻ ഇടയാകും. ശലോമോന്റെ ഭാര്യമാർ അവനെ വശീകരിച്ചതുപോലെ. അങ്ങനെ വരാതിരിക്കാനാണത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അത്രയ്ക്ക് വിൽ പവർ ഉണ്ടെങ്കിൽ, അവരെ നമുക്ക് നേടാമെന്ന വിൽ പവർ ഉണ്ടെങ്കിൽ, നമുക്ക് അവരുമായിട്ട് വിശാലതയോടുകൂടി സഹകരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നമുക്ക് അവരുടെ ഒരു മിതത്വത്തിൻ്റെ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് അവരെ ഉൾക്കൊള്ളുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മറിച്ച്
നമ്മൾ അവരെ സ്വീകരിക്കലല്ല, എന്ന് വെച്ചാൽ അവരുടെ ആചാരങ്ങളും അവരുടെ രീതികളും അവരുടെ വിശ്വാസങ്ങളും സ്വീകരിക്കാനല്ല, മറിച്ച് അവർക്ക് വേണ്ടി നമ്മുടെ ഹൃദയം തുറന്നിടുക, നമ്മുടെ വിശ്വാസങ്ങൾ തുറന്നിടുക, ദൈവത്തിൻ്റെ രക്ഷയെ അവർക്ക് വേണ്ടി പ്രദാനം ചെയ്യുക. അതായിരിക്കണം നമ്മൾ സൊസൈറ്റിയിൽ അനുവർത്തിക്കേണ്ട മാതൃക. അവിടെ ഒരു അപകടം കൂടെ കാണുന്നില്ല. അതായത് ഇന്ന് പലരും, പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറയിലെ ധാരാളം പേർ പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിയെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു, അവരെ കൂട്ടിക്കൊണ്ടുവന്ന് വിവാഹം കഴിച്ച് സഭയുടെ ഭാഗമാക്കി തീർക്കുന്നു. അത് നല്ലൊരു കാര്യമല്ലേ എന്ന് ചോദിക്കുന്നു. ദൈവം ഇണയില്ല പിണ കൂടരുത് എന്ന് പറഞ്ഞിരിക്കെ അപ്രകാരം അത് കുറെ കഴിഞ്ഞപ്പോൾ ഇവരവരെ അങ്ങ് കൂട്ടിക്കൊണ്ട് അതെ, കുറെ കഴിയുമ്പോൾ ഇവരെ തന്നെ സഭയിൽ കാണുന്നില്ല, അവരിവരെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ നമ്മുടെ വിശ്വാസത്തിന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യും, ആ ഒരു സാഹസത്തിന് മുതിരാവും. അല്ലെങ്കിൽ അവർ വശീകരിക്കാൻ മിടുക്കരാണ്, അവർ വശീകരിച്ച് നമ്മളെ കൊണ്ടുപോകും. പക്ഷെ നമ്മുടെ ലക്ഷ്യം അവരെ ഇങ്ങോട്ട് നേടാനാണെങ്കിൽ, നമ്മൾ വേദപുസ്തകത്തിൽ അങ്ങനത്തെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഹോശേയ പ്രവചനത്തിൽ അങ്ങനത്തെ ഉദാഹരണം നമുക്ക് കൃത്യമായി കാണാനുണ്ട്. ദൈവം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത അനുഭവമുണ്ട്. അപ്പോൾ നമ്മൾ ആ രീതിക്ക് വേണം അതിനെ കാണാൻ, അല്ലാതെ അപകടത്തിലേക്ക് പോകരുത്. സാറെന്തോ അതിൻ്റെ കൂടെ ഞാൻ പറയുന്നത്, ആ ഒരു സാഹസം കാണിക്കരുത്. ദൈവം പറഞ്ഞ നിർദ്ദേശം അനുസരിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. നമ്മൾ ദൈവം പറഞ്ഞതിൽ നിന്നും വിരുദ്ധമായി നമുക്ക് അങ്ങനെ ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ നമുക്കറിയില്ല നമ്മുടെ വിൽ പവർ എന്താ അത്. അതെ അതെ. ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ക്രോധം, യോശുവയുടെ ഒരു പ്രതികാര നീതി, ഈ വിഷയങ്ങളെക്കുറിച്ച് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാം? രണ്ട് വാക്യങ്ങൾ ഒന്ന് വേഗത്തിൽ വായിക്കാം. 23-ാം അധ്യായം 15-16 വാക്യങ്ങൾ, യോശുവയുടെ പുസ്തകം. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരുളി ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും നിങ്ങൾക്ക് സംഭവിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങളെ നശിപ്പിക്കും വരെ യഹോവ എല്ലാ തിന്മകളും നിങ്ങളുടെ മേൽ വരുത്തും. അതായത് ദൈവം വാഗ്ദത്തം ചെയ്ത സകല നന്മകളും നിങ്ങൾ ഇത്രത്തോളം കാലം എന്ത് ചെയ്തു, അനുഭവിച്ചു. എന്നാൽ നിങ്ങൾ ദൈവത്തെ മറന്ന് ദൈവ കൽപ്പനകളെ ലംഘിച്ച് ദൈവത്തിൻ്റെ ക്രോധത്തിന് കാരണമായി തീർന്നേക്കാവുന്ന പാപങ്ങളെ നിങ്ങൾ പിൻപറ്റിയാൽ അതിൻ്റെ മേൽ വരുത്തും എന്ന് ദൈവം പറഞ്ഞ ശാപങ്ങളും അതുപോലെ ദൈവം വരുത്തും. നന്മ ദൈവം വരുത്തും, വാഗ്ദത്തങ്ങളെ ദൈവം നിങ്ങൾക്ക് നൽകി, അത് ഉറപ്പായും ദൈവം ചെയ്യും. പക്ഷേ ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യത്തെ നിങ്ങൾ പിൻപറ്റുവാൻ ഇടയായാൽ ആ പാപത്തിന് മേൽ ദൈവം പ്രസ്താവിച്ചിരിക്കുന്ന തിന്മകൾ, അതിൻ്റെ ശാപങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും, ഏറ്റുവാങ്ങേണ്ടി വരും. അതാണ് ആ പ്രതികാര കോപം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്നെല്ലാവർക്കും നന്മ മാത്രം മതി. നന്മ മാത്രം മതി, തിന്മയെ അവർക്കാർക്കും വേണ്ട. ആ തിന്മയെ വേണ്ട എന്നുണ്ടെങ്കിൽ അവർ ദൈവത്തെ പൂർണ്ണമായിട്ടും അനുസരിക്കണമായിരുന്നു. അനുസരിക്കായികയാലാണല്ലോ ഈ തിന്മയെ കൂടെ ഏറ്റെടുക്കേണ്ടി വരുന്നത്. അതെ, നല്ലൊരു ചർച്ചയായിരുന്നു. നമുക്ക് പാസ്റ്റർ ഡോണിയുമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, ഈ പ്രത്യേകമായ സമയത്തിനായി നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പാഠപഠനവുമായി ബന്ധപ്പെട്ട അടിങ്ങൾക്ക് ഇവിടെ ആയിരിക്കാൻ, അത് ചർച്ച ചെയ്യുവാനൊക്കെ ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് തുടർന്ന് അനുഗ്രഹിക്കണമേ. ഇത് കേൾക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. തിരുനാമത്തിനെ ജീവിപ്പാൻ സഹായിക്കണം. സ്ഥലത്തും യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണം സ്വർഗ്ഗപിതാവേ. ആമേൻ. ഇത്രയും നേരം സ്റ്റുഡിയോയിൽ കടന്നു വന്നു നല്ല ആശയങ്ങൾ പങ്കുവച്ച കർത്തൃദാസന്മാർക്ക് പ്രത്യേകമായ നന്ദി അർപ്പിച്ചോളൂ. താങ്ക് യു സർ. താങ്ക് യു സർ. മാന്യ പ്രേക്ഷകരെ, യോശുവയുടെ ജീവിതത്തിൽ എപ്രകാരമാണ് താൻ ജീവിച്ച് കാണിച്ചത് എന്ന് നാം കാണുന്നു. ആ ഒരു ജീവിതം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം.